എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒറ്റ യൂസിൽ തന്നെ സ്കിന്നിലെ കരുവാളിപ്പൊക്കെ മാറി സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റനിങ് ആവുന്ന ഒരു ഹോം റെമഡിയാണ്. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഒരു പകുതിയാണ് നമുക്ക് ആവശ്യമുള്ളൂ. ആ ഒരു പകുതി ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ചീവിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് പല രീതിയിൽ അതിൻ്റെ ജ്യൂസ് എടുക്കും. മിക്സിയിൽ അടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ജ്യൂസ് എടുക്കാം. പക്ഷേ നമ്മളിവിടെ ചെയ്യുന്നത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടാണ്, ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതെടുക്കാനായിട്ട് ഇതുപോലെ ഉരുളക്കിഴങ്ങ് ഒരു പകുതി മുഴുവനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇതിൻ്റെ ആ ഒരു നീരുണ്ടല്ലോ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് തന്നെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു പകുതി ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അതിൻ്റെ ആ ഒരു ജ്യൂസ് കിട്ടും. അപ്പോൾ അത്ര തന്നെ നമുക്ക് ധാരാളമാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഉരുളക്കിഴങ്ങ് സ്കിന്ന് ബ്രൈറ്റൻ ആക്കാനായിട്ട് അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ലെമൺ ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. ഒരു ലെമൺ വേണ്ട, ഒരു ലെമണിൻ്റെ പകുതിയാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് നല്ല പുളിയില്ലാത്ത കട്ടത്തൈരാണ്. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് യോഗട്ടാണ് കേട്ടോ. അപ്പോൾ യോഗട്ട് 1 ടേബിൾ സ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാം തൈര് എന്ന് പറയുന്നതും സ്കിന്ന് പെട്ടെന്ന് തന്നെ ബ്രൈറ്റ് ആക്കാനും അതേപോലെ സ്കിന്നിലുണ്ടാകുന്ന അഴുക്കുകളൊക്കെ നീക്കം ചെയ്യാനൊക്കെ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര് എന്ന് പറയുന്നത്. അപ്പോൾ അതും ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത് കോഫി പൗഡറാണ്. 1 ടീസ്പൂൺ അളവിൽ കോഫി പൗഡറാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ ബ്രൂവിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഏത് കമ്പനികളുടെ കോഫി പൗഡറും യൂസ് ചെയ്യാം, ഇൻസ്റ്റൻ്റ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് കോഫി പൗഡറും യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ സ്കിന്നിന് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനൊക്കെ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കടലമാവാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ കടലമാവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് മിക്സാക്കി എടുക്കുക. കടലമാവും അതേപോലെ നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള തൈരും ഒക്കെ പാടെ നന്നായിട്ട് മിക്സായി വരണം. നല്ലൊരു ഫൈൻ പേസ്റ്റ് ആവണം. ശരിക്കും എല്ലാ ഇൻഗ്രീഡിയൻറ്റും നല്ലപോലെ മിക്സായി നല്ലൊരു സ്മൂത്ത് ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ചങ്ങ് മിക്സാക്കി എടുക്കണം. എല്ലാ കട്ടകളൊക്കെ ഉടച്ച് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ലൊരു ഫൈൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവുന്നുണ്ടല്ലോ. എല്ലാ ഇൻഗ്രീഡിയൻസും പരസ്പരം ലയിച്ച് നല്ല കറക്റ്റ് പാക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ മുഖം വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുഖത്ത് മാത്രമല്ല നമ്മളുടെ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമ്മൾ ഏത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും ആദ്യം നമ്മളുടെ മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മളുടെ മുഖത്തുള്ള അഴുക്ക് വെച്ചിട്ട് തന്നെ നമ്മളുടെ മുഖത്ത് ഏത് പാക്ക് യൂസ് ചെയ്താലും കറക്റ്റ് ആയിട്ടുള്ള ആ റിസൾട്ട് നമുക്ക് കിട്ടില്ല. പക്ഷേ നമ്മൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക. ഏതെങ്കിലും ഒരു മൈൽഡായിട്ടുള്ള ഫേസ് വാഷൊക്കെ ഉപയോഗിച്ചിട്ട് മുഖം വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഏത് പാക്കും യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആവും. അതേപോലെ നമ്മളുടെ കരുവാളിപ്പ്, ഇപ്പോൾ എത്ര നാൾ മുന്നേ ഉള്ള കരുവാളിപ്പായാലും ഒരൊറ്റ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് മനസ്സിലാവും. നല്ലപോലെ സ്കിന്ന് ബ്രൈറ്റൻ ആവുന്നുണ്ട്. അപ്പോൾ ഞാനിത് 1-2 പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടാണ് ഇപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു പാക്ക് നമുക്ക് മുഖത്ത് മാത്രമല്ല നമ്മളുടെ കൈകളിലും കാലിലും ഒക്കെ നമുക്ക് ടാൻ അടിച്ചിട്ട് നല്ലപോലെ വ്യത്യാസം ഉണ്ടാവും. അതായത് ടാൻ അടിക്കാത്ത ഭാഗവും മറ്റുള്ള ഏരിയയും കൂടെ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഈ പാക്ക് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോൾ നല്ലപോലെ സ്കിന്ന് ബ്രൈറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടി. അതൊരു നല്ല റിസൾട്ടായി തോന്നിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ കഴുത്തിലും കയ്യിലും കാലിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെ തിന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഉണങ്ങി കിട്ടും. ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഒന്നിങ്ങനെ തുടച്ചെടുക്കുക ചെയ്തത് കേട്ടോ. തുടച്ചെടുത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മിററിൽ നോക്കുമ്പോൾ നല്ലപോലെ സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട്. എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നല്ലപോലെ സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്കായിട്ട് തോന്നി. കാരണം നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആവാനും സ്കിന്നിനുണ്ടാകുന്ന ഡെഡ് സെൽസുകളൊക്കെ റിമൂവ് ആയിട്ട് സ്കിന്നിനൊരു പ്രത്യേകമായിട്ടൊരു നല്ലൊരു ഗ്ലോയിങ് കിട്ടാൻ, നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഉണർവൊക്കെ കിട്ടാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പാക്കായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇതിങ്ങനെ സ്ക്രബ് ചെയ്ത് നമ്മൾ വാഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ സ്കിന്ന് നല്ല പോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ്. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി റിസൾട്ടാണ്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നമ്മളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.